അച്ചാറിൽ മയക്കുമരുന്ന് കൊണ്ട് കൊടുത്ത വിദ്വാന്മാരെ പിടികൂടിയ സംഭവം കണ്ണൂരിലാണ്. അമ്മായി അച്ഛൻ തന്നെയാണ് ഇതിന് കാരണം. അയാൾക്ക് തോന്നിയൊരു സംശയമാണ്. ആ ഒരു സംശയം അയാൾ കണ്ടുപിടിച്ചപ്പോഴേ അയാളുടെ മരുമകൻ്റെ തല അയാൾ സംരക്ഷിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. 25-30 ദിവസം മാത്രമായിരിക്കാം ഇയാൾ ജീവനോട് ഇരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സൗദി അറേബ്യ അല്ലെങ്കിൽ ഗൾഫ് കൺട്രിയിൽ എവിടെയായി കഴിഞ്ഞാലും അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു സംഭവത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും വന്നിട്ട് നമ്മളൊന്ന് കാണാനോ സഹായിക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവർ വരെ പ്രതികളായി കളിയും. അതുകൊണ്ട് തന്നെ ഇമാതിരി പണിക്ക് ഒരാൾ പോലും നിൽക്കരുത്. ഇതുപോലെ ആൾക്കാർ സ്നേഹത്തോടു കൂടി ചിപ്സും മിച്ചറും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവൻ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ കൊണ്ടുപോകരുത്. നിങ്ങളെ പറയണടാ ഞാൻ ചിപ്സ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറയണം ഓരോ പ്രവാസികളും. അതായത് ആ സ്നേഹം നമ്മൾക്ക് വേണ്ട, ആ സ്നേഹം നമ്മൾ അവിടെ വെച്ച് നിർത്തണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കും. ആ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്ന് ചോദിക്കും, എടാ ഞാൻ നിന്നെ കൊണ്ടുപോകാം ഗൾഫിൽ, അവിടെ ഫ്രീ വിസയാണ്, നീ ഒരു കാര്യം ചെയ്യ്, എവിടെന്നെങ്കിലും ഒരു 1.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്ക്, ഇല്ലെങ്കിൽ 1 ലക്ഷം ഉറുപ്പ്യ നീ എങ്ങനെയെങ്കിലും ഉണ്ടാക്ക്, ഡ്രൈവിംഗ് അറിയില്ലേ അത് മതി എന്ന് പറയും. അങ്ങനെ ഇവൻ എങ്ങനെയൊക്കെ കൂടിയിട്ട് 1 ലക്ഷം ഉറുപ്പ്യ എങ്ങനെയല്ലോ തട്ടിക്കൂട്ടും. അവിടെ എത്തിയിട്ട് എന്താ പണി എന്താണ്? ചിലപ്പോൾ അവിടെ കള്ള ടാക്സി ഓടിക്കലായിരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ദമാമിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പടിയായിരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേട്ടതാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്ക് അറിവുകളൊന്നുമില്ല. പക്ഷേ പറഞ്ഞു കേട്ടെടുത്തോളം മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മലയാളികൾ തന്നെയാണ് മലയാളികളെ ചതിക്കുന്നത് എന്നുള്ളതാണ്. ഇതുപോലെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്ത് ചെയ്തിട്ടായാലും പൈസ ഉണ്ടാക്കണം, നമ്മുടെ കുടുംബമെങ്കിലും രക്ഷപ്പെടണമെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ഇവൻ എങ്ങനെയെങ്കിലും നമ്മൾ 1 ലക്ഷം രൂപ കൊടുക്കും. അവിടെ എത്തിയപാട് ഇവൻ നമുക്ക് ലൈസൻസ് എടുത്തു തരും, താമസിക്കാനുള്ള റൂം തരും. ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ ചാവി നമ്മൾക്ക് തരികയാണ്. നമ്മുടെ ജോലി എന്താ? ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരെ നിങ്ങൾ ചിലപ്പോൾ ബഹ്റിനിൽ കൊണ്ടുപോകേണ്ടി വരും, ബഹ്റിനിൽ നിന്നും കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഈ വണ്ടീൻ്റെ ഉള്ളിൽ രഹസ്യ അറകളുണ്ടാകും. അത് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടൂല. ചിലപ്പോൾ 3-4 തവണ നമ്മൾ പിന്നെ പോയി വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ഒരു പ്രാവശ്യം പിടിക്കുന്നത്. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കോടീശ്വരനായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം പിന്നാന്ന് പറഞ്ഞ ആയുഷ്കാലം മുഴുവൻ ജയിലിലാണ്. ഞാൻ പലതരത്തിലുള്ള വാർത്തകൾ ഇന്നലെ, അതായത് ഈ ഒരു വാർത്ത വന്നതിൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ വാർത്തകൾ നോക്കിയപ്പോൾ മലയാളികൾ ഒരുപാട് പേര് സൗദി അറേബ്യയിലെ ദമാം പോലെയുള്ള സിറ്റികളിലാണ് കൂടുതൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കേസുകളിലാണ് പെട്ടിരിക്കുന്നത്. അതായത് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ മദ്യം കടത്തുകാരുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ കണ്ട ഒരു വാർത്ത ഇതാണ്, ഈരാറ്റുപേട്ടങ്ങാറ്റുള്ളൊരു ചങ്ങായി, അവൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ലോറി ഓടിക്കലായിരുന്നു. ആ ലോറിയിൽ രഹസ്യ അറയിൽ വെച്ചിട്ട് ഇത് പിടിച്ചതിൽ അവന് 11 കോടി രൂപയാണ് അവന് ഇത് കിട്ടിയിരിക്കുന്നത്. ഈ 11 കോടി രൂപ അവൻ എവിടെ നടക്കാനാണ്? അവനെ ആരെങ്കിലും സഹായിക്കുമോ? ഇമാതിരി തൊട്ടിത്തരത്തിന് നിന്ന് കഴിഞ്ഞാൽ ഒരാൾ പോലും സഹായിക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കരഞ്ഞിട്ടും കാര്യമില്ല. ഒരു ഗവൺമെൻറ്റോ ഒരു മുതലാളിമാരോ ഒരു നാട്ടുകാർക്ക് പിരിക്കാൻ കഴിയോ? എൻ്റെ മോനാടെ മദ്യം കടത്തിയിട്ട് പിടിയിലായി 11 കോടി രൂപ വേണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആൾക്കാർ പൈസ കൊടുക്കോ? ആട്ടല്ലേ വെച്ച് കൊടുക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഇന്നലെ ഇപ്പോഴേ ആ ഒരു പയ്യൻ പെട്ടിരുന്നുവെങ്കിൽ അവനെ ചിലപ്പോൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള നാട്ടുകാർ തന്നെ പറയും അവൻ ഗൾഫിൽ തന്നെയായിരിക്കും അവന് പണി. അതുമാത്രവുമല്ല അവൻ ഇത് ചെയ്യുന്നവൻ തന്നെ കണ്ടില്ലേ, വീടെല്ലാം വെച്ചിട്ട് അവൻ അവിടെ ഓവർ ടൈമും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കാറ് ഗേറ്റും ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയതായിരിക്കും. ഇവിടെ ചിലപ്പോൾ ഒരു വീട് വെച്ചിട്ടുണ്ടാവുക. ഇവരെന്താ പറയുക, കണ്ടില്ലേ ഓൻ ഇതന്നെയാ പണിയായിരുന്നു, ഓൻ ഇത് കടത്തിയിട്ട് തന്നെയല്ലേ ഇപ്പോൾ ഒരു പ്രാവശ്യം പിടിച്ചാലേ അനുഭവിക്കട്ടെ അവനെല്ലാം ഇതേ പറയുള്ളൂ. ഒരാൾ പോലും നല്ലത് പറയില്ല. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള നികൃഷ്ട ജീവികൾ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നലെ ഇത് കൊണ്ടുവന്ന 3 ചെറുപ്പക്കാരുടെ കുടുംബത്തെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു കൊണ്ടുവരണം. ഇതാണ് ഇവറ്റകളുടെ തന്തയും തള്ളയും. പ്രവാസികളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ പ്രവാസികളെ കൊലക്ക് കൊടുക്കുന്ന ഒരുത്തനെ പോലും വെറുതെ വിടരുതെന്ന് ഞാൻ പറയുള്ളൂ. പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ നിന്ന് വരെ ഉമാരെ ബാൻ ചെയ്യണം. നാട്ടുകാർ ഒറ്റപ്പെടുത്തണം ഇവറ്റകളുടെ കുടുംബങ്ങളാണ്. അതാണ് വേണ്ടത്. ഇവറ്റകളുടെ കുടുംബങ്ങളെ ഒരു പരിപാടിക്കും ഒരു ചടങ്ങുകളിലും ഒറ്റപ്പെട്ടിട്ട് ഇവന്മാർ കരയണം അവിടെ കിടന്നിട്ട്. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതുപോലെയുള്ള നികൃഷ്ട ജീവികളെ തീറ്റി പോറ്റിയിട്ട് ഇങ്ങനെ ചതിക്കാനുള്ള ഇവനെയൊക്കെ വേറെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറ. അതാണ് ഞാൻ പറയുന്നത്. ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേ ചെയ്യാൻ കഴിയുള്ളൂ.
ഇവനെയൊക്കെ പോറ്റി വളർത്തി ഉണ്ടാക്കി വിട്ടിരിക്കുന്ന ഈ തന്തയെയും തള്ളയെയും വരെ എന്താ സമൂഹത്തിൽ ഇവനെ പോറ്റി വളർത്തിയ ഇവരാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അത്രത്തോളം വൃത്തികെട്ട പണിയാണ് ഇന്നലെ അവന്മാർ ചെയ്തത്. ഒരു കാരണവശാലും ഇവന്മാർക്ക് മാപ്പ് കൊടുക്കാൻ പാടില്ല. കാരണം ഇന്നലെ അയാൾക്കാവത് തോന്നിയിട്ടില്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്താണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? പല ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചതിയിൽ പെട്ടു പോയിട്ടുണ്ട്. പണ്ടത്തെ കാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മളെ ബോംബെയിലേക്കാണ് കൊണ്ടുപോവുക. എന്നിട്ട് വല്ല ഷൂവോ, ഞാൻ പറയുന്നതായിട്ട് തന്നെ എനിക്ക് അനുഭവമൊന്നുമില്ല, ഞാൻ വല്ല ഷൂവോ ഇല്ലെങ്കിൽ വല്ല ജെർക്കിന് കോട്ടോ ഇതെന്തെങ്കിലും തന്നിട്ട് അവിടെ നല്ല തണുപ്പാട്ടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഇറങ്ങിയപാട് നിങ്ങളിതാ ഈ കോട്ടോ നാളെ കൊടുത്തേക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഇവരെയൊക്കെ പ്രലോഭിപ്പിക്കുന്നത്. ഇവരതൊക്കെ ഇട്ട് പോകും ചിലപ്പോൾ. അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ പിന്നെ അവിടെ പെട്ടു എന്നുള്ളതാണ്. പിന്നെ ഇവനെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ രക്ഷ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ മലയാളികളാണ് ഇതൊക്കെ ചെയ്യുന്നത്, മറ്റൊരു നാട്ടുകാരെയല്ല പറ്റിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചില വീട്ടുജോലിക്കാരുടെയും അവസ്ഥ. നല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുമെങ്കിലും അവിടെ പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ നരകയാതനയാണ് അനുഭവിക്കുന്നത്. എന്നാൽ എല്ലാവരും അതുപോലെയല്ല. ചില ആൾക്കാരൊക്കെ നല്ല രീതിയിൽ നല്ല ജോലിയാക്കി കൊടുക്കുന്നവരുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡ്രൈവർമാരാണ്. അതായത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കയറിയിട്ട് അവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ തന്നിട്ട് പറയും, ഞാനില്ലേ, നീ ഓടിച്ചോ, ഞാനില്ലേ എന്ന് ചിലപ്പോൾ അറബി പറയും. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയാവും തന്നെ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താണ് ഇത് ചെയ്യുന്നതിന്? ഇവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ, പിടിച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ ആളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിത് ഓടിക്കാൻ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, പിന്നെ നിങ്ങളെന്ന് പറഞ്ഞാൽ പുറലോകം കാണില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെയധികം സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനൊരു വലിയ കണ്ണീര് തന്നെയായിരിക്കും അത്. അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഞാൻ ചെയ്യില്ല, ഇൻഷുർ ഇല്ലാതെ ഞാൻ ഈ വണ്ടി ഓടിക്കില്ല എന്ന് തന്നെ പറയണം. ചിലപ്പോൾ നിങ്ങൾ അവിടെ പിടിച്ച് ചിലപ്പോൾ 2 എണ്ണം കിട്ടിയെന്ന് വരും നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ നിങ്ങളെ കുറേ തെറി പറഞ്ഞു എന്ന് വരും, നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ല എന്ന് വരും, നിന്നെ കയറ്റി വിട്ടു എന്ന് വരും. പക്ഷേ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നീ അന്തസ്സായിട്ട് ഇങ്ങോട്ട് പോരണം. അതാണ് വേണ്ടത്. ഒരു കാരണവശാലും നിങ്ങൾ അവിടെ നിന്നിട്ട് ഇത് ഞാൻ ചെയ്യാൻ നിർബന്ധിതനായിപ്പോയി, എന്ത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ ഇനി രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും ഒരാൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ 4-5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവിടെ പോയിട്ട് ഒരു കൂട്ടുകാരനെ പോലും നമ്മൾ സഹായിക്കാൻ പാടില്ല. എന്തിനധികം പറയുന്നത്, അവിടെ ഇതിനിടയ്ക്കത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസിനെ ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ഒരു കയ്യബദ്ധം പറ്റിയെന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളെ പൈസ കൊടുത്തിട്ട് ഇപ്പം മോചിപ്പിക്കാൻ നോക്കിയത്. അപ്പോൾ അവൻ ആദ്യം തന്നെ വിളിച്ചത് വേറൊരുത്തനെയാണ്, അവൻ്റെ നാട്ടുകാരനാണ്. അങ്ങനെ ആ നാട്ടുകാരനും കിട്ടിയതിന് ശിക്ഷ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവിടെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും രക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമ്മൾ പ്രവാസ ലോകത്ത് പോകുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു വിചാരം എല്ലാവർക്കും വേണം. അവിടെ എത്തിയിട്ട് കൂതറ കളിക്കാനോ അല്ലെങ്കിൽ അവിടെ സ്നേഹം പ്രകടിപ്പിക്കാനോ ഇതുപോലെ വല്ലവനും കൊണ്ടുതരുന്ന അച്ചാറ് വാങ്ങിച്ച് നമുക്ക് അവിടെ പോയിട്ട് നക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലൊന്നും പ്രവാസ ലോകത്ത് നമുക്ക് പച്ചപിടിക്കാൻ പറ്റില്ല. അവിടെ ഞാൻ പറഞ്ഞ പ്രവാസികൾക്ക് പൊതുവെ സ്നേഹം കൂടുതലാണ്. പക്ഷേ ഇതുപോലെയുള്ള അനുഭവം വരുമ്പോൾ നമ്മളെല്ലാവരും സ്നേഹത്തോടുകൂടി പറയാം. അതായത് പണ്ടൊരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു സഹോദരി വന്നിട്ട് ചോദിക്കുകയാണ്, ചേട്ടൻ്റെ കയ്യിൽ എത്ര കിലോ ഉണ്ട്? എൻ്റെ കയ്യിൽ 15 കിലോയിലേ ഉള്ളൂ മോളെ. അയ്യോ, എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതലുണ്ട്, ഒന്ന് ഈ ബാഗ് വെക്കാവോ? സഹോദരി, ശരിയാവില്ല സഹോദരി, ഞാനും നിങ്ങളും തമ്മിൽ ഒരു പരിചയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാളോട് പോലും ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല, ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്കും അറിയില്ല. അതുകൊണ്ട് സ്നേഹപൂർവ്വം നമ്മൾ നിരസിക്കുക. അതുപോലെ തന്നെ ഗൾഫിലേക്ക് പോകുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾക്ക് അനുവദിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യുക. അവിടെ എത്തിയിട്ട് ഓരോ ആൾക്കാരെ കണ്ട് ചേട്ടാ ഒന്നീ ബാഗ്, ചേട്ടാ ഒന്നീ ബാഗ്, ഇങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും എന്താ പറയേണ്ടത്, ഇവരൊക്കെ ചിലപ്പോൾ സ്വർണം കൊണ്ടായിരിക്കും അങ്ങ് ഇങ്ങോട്ട് വരുന്നുണ്ടാവുക. നിങ്ങൾ പറയുന്നുണ്ടാവും ഗൾഫ് ഇങ്ങോട്ട് ഏതായാലും മയക്കുമരുന്ന് കടത്തുമല്ലോ, എടോ സ്വർണ്ണം ഉണ്ടാവും ഇതിൻ്റെ അകത്തൊക്കെ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ വന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി എൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവിടെ കരഞ്ഞു വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ കുറച്ചുകൂടി പ്രവാസികൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് എത്തും. അതായത് ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ എന്താ പറയുക, മീൻ പൊതിഞ്ഞു കൊണ്ടുവരുന്ന പത്രം പോലും നോക്കാത്ത ആൾക്കാരുണ്ട് അവിടെ, അങ്ങനെ സമയം കിട്ടാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. നന്ദി, നമസ്കാരം.